ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജു ആൻഡ് വെൽക്കം ടു മല്ലൂറിക്ക ഫാമിംഗ് ലൈഫ് ഇൻ അനദർ വേൾഡ് എപ്പിസോഡ് 10. ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡെല്ലാം ഞാൻ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അതിലൂടെ കാണാവുന്നതാണ്. അപ്പം എങ്ങനെയാ തുടങ്ങല്ലേ? കഥയുടെ തുടക്കത്തിൽ രാത്രി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതും അവിടേക്ക് ബേസിൽ വരുന്നതും എന്താ ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നു. ബിസിയൊന്നുമല്ല, എന്നാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ബട്ട് വന്ന കാര്യം പറയും. ഇത് കേട്ട ബേസിൽ അത് നമ്മുടെ പ്രിൻസസ് കാരണം വലിയൊരു യുദ്ധം വരാൻ പോവാണ്. ഇത് കേട്ട അവൾക്ക് ഷോക്കായി. വാറിന് കാരണം പ്രിൻസസും 3 ഗേൾസും ആണ്. അവരാണ് പ്രിൻസസിന് വേണ്ടാത്തത് പറഞ്ഞു കൊടുത്ത് മയക്കിയത്. ഓ, അവൾക്ക് അത്രയും ധൈര്യമൊക്കെ ഉണ്ടോ? അതൊക്കെ എവിടെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? ദി ഗ്രേറ്റ് ട്രീ വില്ലേജ്. എന്ത്, ഇവിടെയോ? ഇവിടെ ഇത്രയും പവർഫുൾ ആളുണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഇവിടേക്ക് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? ഞങ്ങളും ഡീമൻ കിങ്ങിന്റെ അടുത്ത് പറഞ്ഞു, ബട്ട് കിങ് അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രിൻസസിനോട് സംസാരിക്കേ. ഇല്ല, അതിൽ കാര്യമില്ല. ഞങ്ങൾ എനിമിയാവാനും സാധ്യതയുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്നത് ഇപ്പോൾ നമ്മുടെ ആർമിയെ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അവരെപ്പോഴാണ് വരുന്നത്? അധികം വൈകാതെ നാളെ എത്തും. ഇത് കേട്ടവർ വീണ്ടും ഷോക്കായി. മൊത്തം 300-ൽ പരം ആളുകൾ വരും. എന്ത്, ഇവിടെ നിന്ന് ഒരുത്തം വന്ന് അവിടെ ഒരു ചെറിയൊരു പവർ കാണിച്ചാൽ മതി, എല്ലാമോ തിരിച്ചോടും. ഇതെങ്ങാനും ഇവിടെയുള്ളവർ അറിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യം ഇരുന്നതിന് ഒരു തെളിവ് പോലും ബാക്കി വെക്കില്ല. ഒരു ഐഡിയ, അവർ വരുന്ന വഴിക്ക് തടഞ്ഞാലോ? അതാണെങ്കിൽ ഇവർ 3 വെച്ച് ചെയ്തു കഴിഞ്ഞു. ഇതിന് ജോലി ചെയ്താൽ 10 ആപ്പിൾ കൂടുതൽ തരാമെന്ന് പറഞ്ഞാണ് അവരെ സമ്മതിപ്പിച്ചത്. അത് ഈ ജോലി ചെയ്താൽ 10 ആപ്പിൾ കൂടുതൽ തരൂ? 10 എണ്ണല്ല, 10 ചാക്ക് വേണമെങ്കിലും തരാം. ഓ, അങ്ങനെയെങ്കിൽ ഇവരോട് കുറച്ചുകൂടെ കളിക്കുക. അത് ശരി, എന്താ ഈ ഗേൾസ് ഇങ്ങനെ ഇരിക്കുന്നത്? അതൊന്നുമില്ല ചീഫ്, ഇവരുടെ ജീവിതകാലം മുഴുവൻ ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെന്ന്. ദേ, ജീവിതകാലം മുഴുവനോ? ഇവിടെയോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മോചനമെന്ന വാക്കില്ല. ഇവിടെ നമ്മുടെ ഹീറോയിൽ ഇവരെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാലും എനിക്കറിയാം ഇവരെ, സോ ഞാൻ നോക്കിക്കോളാം. ഇനി നിങ്ങൾ എന്തെങ്കിലും ഈ വില്ലേജിനെ എതിർത്ത് ചെയ്താൽ നിങ്ങളുടെ തലയ്ക്ക് ഞാൻ ഉത്തരവാദിയല്ല. അത് ശരി, ആ കുട്ടി എന്താ അതിൽ തന്നെ ഇരിക്കുന്നത്? ആ ചെയറിൽ നിന്ന് ഇറങ്ങില്ലേ അവൾ? ഓ, അവളോ? അവൾ ജസ്റ്റ് ഈ വില്ലേജ് കാണാവുന്നതാ. അത് പിന്നെ എന്റെ പേര് യൂറി. ഇവളെന്നെ പറ്റി വിഷമിച്ചിരിക്കായിരുന്നു. ഇതിന് നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇവളെന്താ ഇങ്ങനെ മറഞ്ഞു പോകുന്നത്? എന്തായാലും കുഴപ്പമില്ല, അവൾക്ക് എന്തെങ്കിലും ജോലി പഠിപ്പിച്ചു കൊടുക്ക്. ഇഫ് അത് നോക്കിക്കോളാം. ഏയ്, ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങളെ കൊണ്ട് ഈ വില്ലേജിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് പ്രിൻസസ്. ഇവിടെ എല്ലാവരും നിന്നെ യൂറി എന്നാ വിളിക്കുക. ഇതിന് പ്രിൻസസും കുഴപ്പമില്ല, ഞാൻ ഇതിനൊന്നും ദേഷ്യപ്പെടില്ല. ഓക്കെ, വായോ, ഈ വില്ലേജ് മൊത്തം കാണിക്കി. അതിനുശേഷം ഇവരെല്ലാവരും ചുറ്റി കാണുന്നതും ഈ ചേച്ചി ഏതാ? ഈ ചെക്കന്റെ ചെവി നല്ല സോഫ്റ്റ് പോലെയുണ്ട്. അതിനുശേഷം ഇവർ ആപ്പിൾ തോട്ടത്തിലേക്ക് വന്നതും വിസിറ്റേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് എൽഫ് നോക്കിയതും, നോക്ക്, പാർട്ടി സമയത്ത് എനിക്ക് ഒരു ആപ്പിൾ മാത്രമാണ് ലഭിച്ചത്. അത് കുഴപ്പമില്ല, നമുക്കത് സെറ്റ് ചെയ്യാം. അല്ല, ഈ ഗേൾസ് എല്ലാം നോബിൾ ഫാമിലി ഉള്ളതാണോ? ഇങ്ങനെ പറയുന്ന എനിക്കെങ്ങാനും ഈ വില്ലേജ് കിട്ടിയാൽ ഇവിടെയുള്ള പണക്കാരൻ ഞാനായിരിക്കും പറഞ്ഞ് ഇവർ പെറുപിറുക്കുന്നതും, ഇതെല്ലാത്തിനും പ്രാന്ത. അതിനുശേഷം പ്രിൻസസിനെ ലാസ്റ്റ് ഇൻട്രോ കൊടുക്കുന്നതും, അറിയാതെ ഇവിടെ വന്ന് പെട്ടു, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം. അങ്ങനെയെങ്കിൽ രാത്രി തന്നെ പോവാം. അങ്ങനെ രാത്രി പോവാൻ നോക്കിയാലും നടന്നില്ല. ശരി, രാവിലെ തന്നെ നോക്കാമെന്ന് പറഞ്ഞാലും അതും നടന്നില്ല. പിന്നെ വേറെ വഴിയില്ല, എല്ലാം ഇറങ്ങിക്കൂടി. ഇത് കണ്ട ഹീറോ, ഇവര് നല്ല ഹാർഡ് വർക്കേഴ്സ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് എന്റെ ഓഫീസിൽ ഇവർക്ക് ജോലി നൽകിയത്. അതിനുശേഷം പ്രിൻസസിനെ കാണിക്കുമ്പോൾ, ഈ പട്ടിക്കുട്ടി നല്ല ക്യൂട്ടല്ലേ? ഇതോ? ഇതിൽ ഒരെണ്ണം സിറ്റിയിൽ വന്നാൽ അത് മതി, പിന്നെ ആ സ്ഥലം ഉണ്ടാവില്ല അവിടെ. ഇത് കേട്ട പ്രിൻസസ്, കണ്ടാ അങ്ങനെയൊന്നും തോന്നില്ല. പിന്നീട് ആ ഉൾഫിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വില്ലേജ് കണ്ടാൽ നമ്മുടെ രാജ്യത്തിന് പുറത്ത് മറ്റൊരു സുന്ദരമായ ലോകമുള്ളത് പോലെയാണ്. ഇനി ഞാനിവിടെ അറ്റാക്ക് ചെയ്യാൻ വരില്ല, എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. ഇനി എങ്ങാനും നീ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാൽ ഇവിടെ ഒരു ഡ്രാഗൺ ഉണ്ട്, അതിന്റെ തീയുടെ ചൂടിൽ നീ ഇല്ലാതാകും. അതങ്ങനെ ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഡ്രാഗൺസ് ഒക്കെ ഇവിടെ ജീവിക്കുന്നുണ്ടോ? ഞാൻ വിചാരിച്ചത് ഡ്രാഗൺസ് ഒന്നും ഇത്തരം കാലത്ത് ജീവിക്കുന്നില്ല എന്നാണ്. അതല്ലേ കിങ്ങിന് ഇൻഫർമേഷൻ കൊടുത്തത്? രാജാവ് വരെ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ പേടിക്കുന്നത് പിന്നെയാണോ? ഇത് കേട്ട പ്രിൻസസ്, നീ എന്നോട് പറയാതെ കാണാതായി, പിന്നീട് എല്ലാവരും എന്നോട് നിന്നെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നാ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതായി. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്ക് വേണ്ടി നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പേടിക്കണ്ട, ഇനി ഞാനെല്ലാം നിന്നോട് വിവരിച്ചു പറഞ്ഞുതരാം. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയാലോ? പോവാം. അത് കഴിഞ്ഞ് രാത്രി ഇവർ 3 പേരും ഓഫീസ് ജോലി ബോറിംഗ് ആയാലും ഫുഡ് കിട്ടുന്നതുകൊണ്ടാണ് സന്തോഷം. ഇവർ 3 പേർ പറയുന്നത് ഇവർ 2 പേർ കേൾക്കുന്നതും, പുതിയ ആളുകളോ? അത് ശരി, ലുലു, നീ എന്താ ഇപ്പോൾ ചെറുതായിരിക്കുന്നത്? അതെനിക്കറിയില്ല, കുറച്ചു നാളായിട്ട് എന്റെ ട്രാൻസ്ഫോർമേഷൻ മാജിക് ശരിയാവുന്നില്ല. അതിനുശേഷം അടുത്ത ദിവസം പ്രിൻസസ് കുട്ടികളുടെ ഒപ്പം
ഒപ്പം കളിക്കുന്നത് ഇവർ കണ്ടതും പ്രിൻസസ് വേണ്ട, നിങ്ങൾ ഇവരെ ഒപ്പം കളിക്കാൻ പാടില്ല. പ്രിൻസസോ? അതാരാ? നിങ്ങളിത് പുറത്തു പറയരുത് എന്ന് പറഞ്ഞിട്ട് സോറി. അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്ത് ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഈ വില്ലേജിൽ പുതിയ കുറെ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ പോവാണോ? ഇല്ല, ഞാൻ എന്തായാലും തിരിച്ചു വരും. ഇത് നിങ്ങളുടെ സന്തോഷത്തിന് വെച്ചോളൂ. താങ്ക്സ്. കൂടാതെ ചീഫ് നിങ്ങളുടെ ഈ വില്ലേജിനെ നല്ല രീതിയിലാണ് നോക്കുന്നത്. അത് ശരി, നിങ്ങൾ മൂന്നും എന്റെ കൂടെ വരുന്നില്ലേ? അതിന് ഇവർ മൂന്നും ഇല്ല, ഇവിടെ പഠിക്കാനും കഴിക്കാനും കുറെ ഉണ്ട്, അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വരുന്ന കാര്യം ആലോചിക്കാം. അങ്ങനെ ഇവർ രണ്ടുപേര് പോയതും അവൾ നല്ല കുട്ടിയല്ലേ? അതെ. അതേസമയം കൊട്ടാരത്തിൽ ഡീമൺ ലോർഡ് തന്റെ മകളെ പറ്റിയാണ് പറയുന്നത്. കുറച്ചു നാളായിട്ട് അവൾ എന്നോട് സംസാരിക്കുന്നില്ല. പ്രിൻസസ് നല്ല കഴിവും തന്റെ ഇടവും ഉണ്ട്. അവൾക്ക് എവിടെ വേണമെങ്കിലും പോവാൻ അവകാശമുണ്ട്. എന്ത്? എവിടെ വേണമെങ്കിലും പോവാനോ? ഏതാണടാ എന്റെ മകളെ വളയ്ക്കാൻ നോക്കുന്നത്? അവന്റെ കൈ ഞാൻ വെട്ടിക്കൊല്ലും. മൈ ലോർഡ്, നിങ്ങൾ എങ്ങനെ നിന്നാൽ നമ്മുടെ പ്ലാൻ വർക്കാവില്ല. അതേസമയം ഇവിടെ ഞങ്ങൾ വിളവെടുപ്പ് കഴിഞ്ഞെങ്കിലും പ്രാവശ്യം സാധനങ്ങൾ വളരെ കൂടുതലാണ്. അത് ശരി, നമ്മളിപ്പോൾ എന്താ ചെയ്യാ? അമ്മാനായിട്ട് എല്ലാവർക്കും കൊടുത്താലോ? നല്ല ഐഡിയ ആണല്ലോ. എന്നാ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോവാം. എന്നാ ഞാനും എന്റെ പേരൻസിന്റെ അടുത്ത് ഒഴുകി കൊണ്ടുപോവാം. എന്റെ അച്ഛൻ സൗത്ത് സൈഡിലും അമ്മ നോർത്ത് സൈഡിലും ആണുള്ളത്. എന്ത്? നീ എപ്പ എന്താ പറഞ്ഞേ? എംപറർ ഡ്രാഗൺ, ലോസ്റ്റ് ഡ്രാഗൺ, ആയ്മലി? നിങ്ങളെല്ലാവരും അങ്ങനെയാണോ അവരെ വിളിക്കുന്നത്? ഇത് കേട്ട ഹീറോ ഡ്രാഗനെ പറ്റി അറിയുന്നതിൽ നല്ലത് അവരെ കുറിച്ച് അറിയാതിരിക്കുന്നതാണ്. അതിനുശേഷം ലാസ്റ്റ് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയതും ലാസ്റ്റ് ഞങ്ങളുടെ ഷിപ്പിന് ഒരു മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിനെ നശിപ്പിക്കാൻ സാധിക്കുമോ? പിന്നെന്താ ചീഫ്, ഇത് നോക്ക്, ഞാൻ കൊന്നതിനെ തന്നെ അവർ തുണ്ടാക്കി തന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? പിന്നീട് സാധനങ്ങളെല്ലാം കൊണ്ടുപോയ ഹാക്രൈൻ വേറെ കുറിച്ച് എൽഫിനെയും കൊണ്ടുവന്നു. അത് ശരി, നിങ്ങൾ ഡാർക്ക് എൽഫാണോ? അല്ല, ഞങ്ങളെല്ലാം മൗണ്ടൈൻ എൽഫാ. ഓ, അപ്പോൾ ഞാനാണ് നിങ്ങളെ തെറ്റിദ്ധരിച്ചത്. ഇവരെല്ലാം നന്നായി ഫയർ യൂസ് ചെയ്യും, കൂടാതെ ഹണ്ടിങ്ങും ചെയ്യും. ഇവർ പ്രശ്നത്തിലാണെന്ന് തോന്നി, അതുകൊണ്ടാ കൂട്ടിക്കൊണ്ടുവന്നത്. ഓ, എനിക്ക് മനസ്സിലായി. ഞാനൊന്ന് ആലോചിക്കട്ടെ. അതിന് എൽഫു, നിങ്ങൾ ആലോചിക്കുന്നത് എനിക്ക് മനസ്സിലായി. കഴിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ തിരിച്ചു പോക്കോളാം. ഇത് കേട്ട നമ്മുടെ ഹീറോ, അതൊന്നില്ല, നിങ്ങളെ എവിടെ താമസിപ്പിക്കും എന്നതിലാണ് എനിക്ക് പ്രശ്നം. അല്ലെ, പുതിയ വീട് കെട്ടിത്തന്നാലോ? ഇത് കേട്ട മൗണ്ടൈൻ എൽഫിനെല്ലാം ഹാപ്പിയായി. ഓക്കെ, ഹണ്ടിങ് പരിപാടിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ നന്നായി ഹണ്ട് ചെയ്യും എന്ന് പറഞ്ഞാലും ഇവർ ഏത് ട്രാപ്പ് വെച്ചാലും ഇവർക്ക് തന്നെ പണിയായി. ഞങ്ങൾ എന്ത് ചെയ്താലും ഒന്നിനെ പോലും പിടിക്കാൻ പറ്റുന്നില്ല. അതെനിക്ക് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അത് ശരി ചീഫ്, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? അത് ഞാൻ മൺപാത്രം ചെയ്യാനാണ് നോക്കിയത്. ഓ, അതിനെ ഫസ്റ്റ് ഷേപ്പാക്കി ചുറ്റണം, അപ്പോൾ ശരിയാവും. ശരിയാവണം, ബട്ട് ആയില്ല. പേടിക്കണ്ട ചീഫ്, ഇത് ഞങ്ങൾ ചെയ്തു തരാം. നീ ഇതെങ്ങനെ ചെയ്യും? അതെന്റെ അടുത്ത് വിട്ടേക്ക്. ഓക്കെ ഓക്കെ. ഇവൾ പക്ഷേ ഒരു ജാറ് തന്നെ ഉണ്ടാക്കി ഹീറോയ്ക്ക് കൊടുത്തതും വാവ്, ഇത് വേറെ ലെവൽ സൂപ്പർ. പിന്നീട് ഹീറോയ്ക്ക് ഒരു പുതിയൊരു ഇൻഫർമേഷൻ ലഭിച്ചു. പുതിയൊരു ഗുഹ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ തിരച്ചിൽ നടത്താൻ കുറച്ച് ആളുകളെ വിടാൻ പെർമിഷൻ വേണം. അത് ശരി, അത് അപകടം പിടിച്ച സ്ഥലമാണോ? അത് നോക്കാൻ വേണ്ടിയാണ് ആളുകളെ അയക്കുന്നത് ചീഫ്. നമ്മുടെ ഹീറോ ഇവരെല്ലാം ആകാംക്ഷയോടെ ഇരിക്കുന്നത് കണ്ട് ഓക്കെ പറഞ്ഞു. അതിനുശേഷം ഹീറോയും ബോയ്സും കുളിമുറിയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശരി, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? അത് പിന്നെ ഞങ്ങൾ കുളിമുറിയിൽ അറിയാതെ മാറി വന്നതാണ്. കുരുപ്പോളെ ശ്രദ്ധിച്ചു കേട്ടോ, ഇവിടെ ഉള്ളതിൽ ആനിമൽസിന് കിട്ടുന്ന മര്യാദ പോലും നിങ്ങൾക്കില്ല. അങ്ങനെയുള്ളപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്തു പോരുത്. അതിനുശേഷം ഗുഹയ്ക്കുള്ളിൽ പോയവർ തിരിച്ചു വന്നതും നമ്മളത് ക്ലീൻ ചെയ്യണം. എന്ത് ക്ലീൻ ചെയ്യണം? എന്താ പ്രോബ്ലം? അതിലൊരു ബ്ലഡ് വൈപ്പർ ഉണ്ട്. ഓ, മുമ്പ് കരടിയോട് തല്ലുകൂടിയതാണോ? അത് നമ്മൾക്ക് അത്യാവശ്യമാണ്. ബ്ലഡ് വൈപ്പറിന്റെ ഇറച്ചി ഡിമാൻഡുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇത് കഴിച്ചാൽ നിങ്ങളുടെ എനർജി നന്നായി ഉയരും. കൂടാതെ കല്യാണം കഴിയുന്നവർക്ക് പെട്ടെന്ന് തന്നെ കുട്ടികളുണ്ടാവും എന്നും പറഞ്ഞവർ ചെറുതായി ഒന്ന് ഇമാജിനേഷൻ ചെയ്തതു എല്ലാവർക്കും ആകാംക്ഷ കൂടി. ഞങ്ങൾക്ക് ബ്ലഡ് വൈപ്പർ വേണം. അങ്ങനെ വിന്റർ ആരംഭിക്കാൻ പോകുന്നതും നിനക്ക് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ കരുതിയില്ല. ലുലു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ലുലു, നിനക്കല്ലേ മരുന്നുകളെ കുറിച്ച് അറിയാം, അതിലെന്തെങ്കിലും ഒന്ന് കഴിച്ചുകൂടെ? ഇത് പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്, എങ്കിലും ഞാൻ സ്വയം കുടിച്ചിട്ടില്ല. അതിന് അവൾക്ക് വരുന്ന സിംറ്റത്തെ കുറിച്ച് പറഞ്ഞതും ഇത് കേട്ട ബീസ്റ്റുകൾ, ഇതുപോലൊന്ന് ഞങ്ങളുടെ വില്ലേജിൽ നടന്നിട്ടുണ്ട്. ആണോ? അപ്പോൾ പറയ്, അവർക്ക് എന്താ സംഭവിച്ചത്? അത് പിന്നെ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ കയ്യിൽ കുട്ടികളുണ്ടായി. ഇത് കേട്ട് ഇവർ രണ്ടാളും ഷോക്ക് ആവുന്നതും ഈ എപ്പിസോഡ് ഇവരെത്തിയിരുന്നു. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.